4 പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നാണ് ഇന്ന് എനിക്ക് സംസാരിക്കേണ്ടത്. ആധാരം വെളിപ്പാട് 22-ാം അധ്യായം. വെളിപ്പാട് 22-ലുള്ള ഇംപെറേറ്റീവ്സ് ഓഫ് ദി 22nd ചാപ്റ്റർ എന്ന് പറയും. വെളിപ്പാട് 22-ലെ പ്രധാനപ്പെട്ട ദൈവ നിയോഗങ്ങൾ 4 എണ്ണം. അതൊന്ന് വായിച്ച് ഇച്ചിരി വ്യാഖ്യാനിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് സമയം പോലെ പഠിക്കാവുന്നതാണ്. 6-7 വാക്യങ്ങൾ ആദ്യം വായിക്കാം. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഓക്കെ, വേറെ വാക്യങ്ങൾ വായിക്കാൻ നല്ലതാണ്, പക്ഷേ ഐ തിങ്ക് നമ്മൾ സമയം ലാഭിക്കും. ഞാൻ ഒന്ന് ഉദ്ധരിച്ചോട്ടെ ആ വചനങ്ങൾ ഞാനിന്ന് വ്യാഖ്യാനിക്കുന്നതിന് മുൻപ്. എബ്രായർ 4-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണെങ്കിലും കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവർക്കല്ല ഉപകാരമായി വന്നത്. അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. മാരാമൻ കൺവെൻഷൻ മുതൽ ഒരുപാട് ഒരുമിച്ച് പോയതാ പൊതിച്ചോറുമായിട്ട്. പക്ഷെ നമുക്ക് വചനം ഉപകാരമായി, അവർക്ക് ഉപകാരമായില്ല. ദൈവം വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. ഈ പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് വചനം അനുസരിക്കണം. പ്രധാനപ്പെട്ട ഒരു ദൂതാണ് 3-ാം വാക്യം. നോക്കൂ, 1-3. ജീസസ്. വെളിപ്പാട് 1-3 പ്ലീസ്. വായിച്ചാട്ടെ, കിട്ടിയൊരു വായിച്ചോളൂ. Alright. പിന്നെ ഓൾമോസ്റ്റ് സിമിലർ വേഴ്സസ്. ഇത് കേൾക്കുന്നവൻ ഭാഗ്യവാൻ, കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, അതിലുപരി പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അതാ ദൈവത്തിൻ്റെ പ്രതീക്ഷ. ഇന്ന് ഞാൻ ഇവിടെ കർത്താവിൻ്റെ ദാസന്മാർ ഭാഷ ബിനുവോ മറ്റോ പറഞ്ഞപ്പം സൂചിപ്പിച്ചതുപോലെ ഇത് ആത്മീയരുടെ ഒരു സംഘമാണെങ്കിലും ഇന്നും യേശുവുമായി ബന്ധമില്ലാതെ വചനം അനുസരിക്കാൻ തയ്യാറാകാതെ, വചനം അറിയാം, സ്നാനത്തിൻ്റെ ഉപദേശങ്ങൾ അറിയാം, വേർപാടിൻ്റെ വിഷയങ്ങൾ വ്യക്തമാണ്, ആരാധന തെരിയപ്പെട്ടിട്ടുണ്ട്, പലരെയും ഭയപ്പെട്ട്, പലതിനെയും ഭയപ്പെട്ട്, പല കസറകളെയും ഭയപ്പെട്ട്, പല മേൽപ്പട്ടക്കാരെയും ഭയപ്പെട്ട്, പൈതൃകം ഭയപ്പെട്ട്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യക്തത ഒരുപാട് പേര് സംസാരിച്ചിട്ട് നിന്നോട് വന്ന് ഇടപെട്ടിട്ട് നീ ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടിട്ട് ദേവദാസന്മാർ പ്രാർത്ഥിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇന്ന് രാവിലെ വേർപെടാൻ കഴിയാതെ സ്നാനപ്പെടാൻ കഴിയാത്തവരുണ്ടോ? സമർപ്പിക്കാത്തവരുണ്ടോ? ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുക. വചനം അനുസരിക്കുക, വചനം അനുസരിക്കുക. അത് നിനക്ക് ഒരു അനുഗ്രഹമായി മാറാൻ പോകുക. ആമേൻ. വചനം അനുസരിച്ച് സന്തോഷം പ്രാപിച്ച് എല്ലാവരും കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. വചനം പ്രമാണിച്ചവർക്ക് അനുഗ്രഹമായി മാറി, അത് അനുഗ്രഹമായി മാറി. വചനം അനുസരിച്ചാൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ഈ ബന്ധത്തിൽ തിരുവെഴുത്തിൻ്റെ അനുസരണം സംബന്ധിച്ച് നമ്മൾ ഓർക്കും, സ്നാനത്തിനും വേർപാടിനും വേണ്ടി മാത്രമുള്ള ദൂതല്ല ഇത്. ഈ രാവിലെ ഞാൻ ആത്മാവിൽ പറയുന്നു, നിനക്ക് തടസ്സപ്പെട്ട നന്മകൾ, ലഭിക്കേണ്ട വാഗ്ദത്ത വിഷയങ്ങൾ, തുറക്കേണ്ട വാതിലുകൾ പലതും അടഞ്ഞും മറഞ്ഞുമിരിക്കുന്നത് വചനത്തിന് വില കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. അമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചുകൊണ്ടുള്ള മിനിമം പരിപാടിക്കകത്ത് അമർന്നിരുന്ന ഒരു പുരുഷായുസ് മുഴുവൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഞാൻ ദൂത് പലരോട് പറയുകയാണ്, തിരുവെഴുത്ത് അനുസരിക്കുക, വെളിപ്പെട്ട വചനം അനുസരിക്കുക. അമ്മ വചനത്തിന് വില കൊടുക്കുന്ന രാവിലെ എല്ലാവരും വില കൊടുക്ക്. തിരുവെഴുത്തിന് വില കൊടുത്താൽ ദൈവം തന്നെ മാനിക്കുമെന്ന്, പുതിയ വഴികൾ തുറക്കുമെന്ന് ദൈവം പുതിയ വഴി നിനക്കായി തുറക്കാൻ പോകുക. വചനം ഇന്ന് രാവിലെ വില കൊടുത്ത് അനുസരിക്കാൻ തയ്യാറാക്. വില കൊടുത്ത് അനുസരിക്കാൻ തയ്യാറാക്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ഒരു വചനം എനിക്ക് വ്യാഖ്യാനിക്കണം ഈ കോണ്ടെക്സ്റ്റിൽ. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ. ഫിലദൽഫിയയിലെ സഭയിലെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. വണ്ടർഫുള്ളി റെഡ്. വെളിപ്പാട് പുസ്തകത്തിൽ 3 വാതിലുകളുണ്ട്.
ഒന്ന്, നാം തുറക്കേണ്ട വാതിൽ. രണ്ട്, ദൈവം തുറക്കുന്ന വാതിൽ. മൂന്ന്, സ്വർഗത്തിലെ വാതിൽ. ഈ മൂന്ന് വാതിലാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോഴ്സ്. അതവിടെ നിൽക്കട്ടെ. ഈ വചനം മാത്രം ശ്രദ്ധിക്കുക, കോണ്ടക്സ്റ്റ് ഒന്നും പറയണ്ട. ദൈവാത്മാവ് ഈ രാവിലെ പലരോടും വ്യക്തമായി ദൂത് വിളിച്ചു പറയുക, ഒരു പ്രവചനമായിട്ടല്ല. ഈ രാവിലെ തിരുവെഴുത്ത് വ്യക്തമായ അന്തരാളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും തുറക്കാനാവാത്ത വാതിൽ ഞാൻ നിനക്കായി തുറക്കാൻ പോകുകയാണ്. സാമ്പടി കരമുട്ടി ദൈവത്തെ സ്തുതിച്ചാട്. ആമേൻ, ആമേൻ. നിന്റെ മണ്ഡലം ഏതുമാകട്ടെ, നിന്റെ തടസ്സവാദം ഏതുമാകട്ടെ, പോരാട്ടം ആരുമാകട്ടെ, ഏത് ഉത്തരവുമാകട്ടെ, ഏത് നിഷേധവുമാകട്ടെ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, എല്ലാവരും അടച്ചത് നിനക്കായി തുറക്കാൻ ദൈവത്തിന് കഴിയും. നിനക്കായി ദൈവം തുറക്കാൻ പോകുക. എല്ലാവരും ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന്റെ തുറക്കലിനായി രാവിലെ എല്ലാവരും വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട് അവൻ വാതിൽ തുറക്കുമെന്ന്, അടഞ്ഞ വാതിൽ കർത്താവ് തുറക്കുമെന്ന്, അടഞ്ഞ വാതിൽ യേശു തുറക്കുമെന്ന് വിശ്വസിക്ക. എല്ലാവരും വിശ്വസിക്ക, ശക്തമായി വിശ്വസിക്ക. അടഞ്ഞ വാതിൽ കർത്താവ് ബ്രദർ നിനക്കായി തുറക്കാൻ പോകുക. സിസ്റ്റർ നിനക്കായി തുറക്കാൻ പോകുക. അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. വൻകാര്യങ്ങൾ കാണാൻ പോകുക. ഞാൻ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നില്ല, സമൃദ്ധിയുടെ സുവിശേഷമല്ല എൻ്റെ അടിസ്ഥാനം. പക്ഷേ ഈ വചനം എന്നോട് പറയുന്നു, നീ ബന്ധിക്കപ്പെട്ട മണ്ഡലം ഏതായാലും സിസ്റ്റർ, മൈ ബ്രദർ, ആമേ, അത് ആധ്യാത്മികമാകട്ടെ, കർത്താവിന്റെ ദാസന്മാരെ ശുശ്രൂഷാപരമാകട്ടെ, വേലയുടെ മണ്ഡലങ്ങളാകട്ടെ, നാളുകളായിട്ട് പ്രവർത്തിച്ചു, പക്ഷെ വാതിൽ അടഞ്ഞിരിക്കുകയാണെന്ന് അമ്മ വിചാരിച്ച ഈ രാവിലെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ലോകത്തിന് അടയ്ക്കാൻ പറ്റത്തില്ല, സർക്കാരിന് അടയ്ക്കാൻ പറ്റത്തില്ല. അത്ഭുത വാതിൽ ദൈവം തുറക്കുമെന്ന്, ആർക്കും അടയ്ക്കാനാവാത്ത പോലെ ഒരു പുതിയ വാതിൽ ദൈവം തുറക്കുമെന്ന് പലരോടും ദൈവാത്മാവ് ശക്തമായ ഒരു വെളിപ്പാട് വിളിച്ചു പറയുക. വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഇന്ന് രാവിലെ ദൈവം ഒരു പുതിയ വഴി തുറക്കും, ഒരു പുതിയ വാതിൽ തുറക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട യൂസേജ്, അത് ആർക്കും അടച്ചുകൂടാ. വായിച്ചോ? അത് ദൈവം തുറക്കുന്ന വാതിൽ ആർക്കും. നമ്മുടെ നാട്ടിൽ വാതിൽ ഇങ്ങനെ ചുമ്മാ കളിപ്പിച്ച് ഇങ്ങനെ തുറന്ന് കാണിക്കും, അടയ്ക്കും, അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന വാതിലുകളുടെ മധ്യത്തിൽ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും നാട്ടിലെ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയക്കാരനും ഒരു ചോട്ട നേതാവ് മതി ആ തുറന്ന വാതിലൊക്കെ അടച്ചു കളയും. ഇപ്പോൾ ദേവദാസന്മാർ ആരോ പറഞ്ഞ പോലെ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്. അങ്ങനെ അടഞ്ഞ വാതിലുടെ മുന്നിൽ നാളുകളായി മുട്ടി ഒരു പീസ് ഓഫ് പ്രോപ്പർട്ടിക്ക് വേണ്ടി, ഒരു വീട് വെക്കാൻ ഒരു പെർമിഷൻ കിട്ടാൻ വേണ്ടി കൊച്ചു കാര്യങ്ങളുടെ മേൽ തട്ടിമുട്ടി കരഞ്ഞ്, മക്കൾക്ക് അഡ്മിഷൻ ഇല്ലാതെ, പ്രായമായി മക്കളുടെ വിവാഹം നടക്കാതെ, ആമേൽ നാളുകളിലെ സ്വപ്നങ്ങൾ പൂവണിയാതെ, തടസ്സവാദം സൃഷ്ടിച്ച് വൈരങ്ങളിട്ട് ഹിൻഡ്രൻസസ് ഒരുക്കി നിന്റെ വാതിലുകളെ എന്നേക്കുമായി കൊട്ടിയടക്കുന്ന ദുഷ്ട പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തകർന്നു പോകട്ടെ. ആ കെട്ടുകൾ പൊട്ടി പോകട്ടെ. ആ അന്ധകാര ബന്ധനങ്ങൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ദുഷ്ടന്റെ കെട്ടുകൾ പൊട്ടട്ടെ. ഒരു വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്തത് പോലെ, ആർക്കും അടയ്ക്കാനാവാത്ത പോലെ തന്റെ ജനത്തിനു വേണ്ടി അവനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടയ്ക്കാൻ പറ്റില്ല. ദൈവം തുറക്കുന്ന വാതിലിൻ്റെ ഒരു പ്രത്യേകത വായിച്ചോ നിങ്ങൾ. ഞാൻ വ്യാഖ്യാനിക്കാൻ എനിക്കിഷ്ടമുള്ള പാസേജാണ്. കുറച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുമായിരിക്കും എനിക്ക്, ബിക്കോസ് ഓഫ് മൈ റീഡിങ്, പക്ഷെ അതിന് മുതിരുന്നില്ല. ഇഷ്ടപ്പെട്ട പ്രയോഗം ദാവീദിന്റെ താക്കോലുള്ളവൻ. വായിച്ചോ? അത് എന്താ ദാവീദിന്റെ താക്കോലിന്റെ കരുത്ത് എന്താണെന്നറിയാമോ? അത് പെരുത്ത താക്കോലൊന്നുമല്ല. ദാവീദിന്റെ താക്കോൽ എന്നൊരു വ്യാഖ്യാനം, അത് യശയാവിൽ 22 തോന്നുന്ന പ്രയോഗമുണ്ട്. അവിടെ നിൽക്കട്ടെ. ദേവദാസന്മാർ പറയുന്നത് ദാവീദിനെ കുറിച്ച് ഒരു വാചകം ബൈബിളിലുണ്ട്. ദാവീദ് ചെന്നയിടത്തൊക്കെയും യഹോവ അവന് ഒരുപാട് യുദ്ധം ചെയ്തു, തോൽവിയുടെ വക്ക് വരെ എത്തി. പക്ഷെ ആ യുദ്ധങ്ങൾ ദാവീദിന്റെ ആയിരുന്നില്ലല്ലോ, ദൈവത്തിന്റെ യുദ്ധങ്ങളായതുകൊണ്ട്. Somebody shout a big hallelujah.
ദൈവത്തെ സ്തുതിച്ചാട്ട്. അവന്റെ യുദ്ധങ്ങൾ അവന് വേണ്ടി അല്ല, അവന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, അത് ദൈവത്തിന്റെ യുദ്ധമായതുകൊണ്ട് അത് ദൈവത്തിന്. പ്ലീസ് പ്ലീസ് എവരിബഡി ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ യുദ്ധം ദൈവത്തിന്റെ യുദ്ധമാണ്, ദൈവത്തിന്റെ യുദ്ധമാണ്. നിങ്ങളുടെ യുദ്ധം ദൈവത്തിന്റെ യുദ്ധമാണ്. അതുകൊണ്ട് ജയിച്ചേ പറ്റൂ, ജയിച്ചേ പറ്റൂ, ജയിച്ചേ പറ്റൂ. ദൈവത്തിന്റെ യുദ്ധം നീ ജയിച്ചേ പറ്റൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ ജയിച്ചേ പറ്റൂ. ശാന്തനരഹദുരകേ റിബദലബശികമനരിദലേ രന്ദനേരഹേ. ഇനിയാണ് പ്രധാന ചിന്തയിലേക്ക് നാം വരിക. നമ്മുടെ പോയിന്റ് എന്തായിരുന്നു പറയൂ? 4 കാര്യത്തിൽ ഒന്നാം കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്? വെളിപ്പാട് 22 4 കാര്യം ഞാൻ പറയുമെന്ന് പറഞ്ഞല്ലോ, മറന്നുപോയോ? 1 വചനം പ്രമാണിക്കുക, 2 ദൈവത്തെ നമസ്കരിക്കുക, 3 വിശുദ്ധിയിൽ മുന്നേറുക, 4 ആത്മാവിനെ പാനം ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് എനിക്ക് പ്രകാശിച്ചത്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ പാസ്റ്റർ അജിയോട് പറഞ്ഞു, പാസ്റ്റർ സമയം തീരെ വേണ്ട, ഞാനൊന്ന് മാറ്റി പറയായിരുന്നു നല്ലത്. ഇപ്പം സമയം തീരാറായി. ഓക്കെ, ഇവിടെ ഇനി അടുത്ത വാക്യം വായിക്കൂ സിസ്റ്റർ. അതായത് ഇപ്പൊ വായിച്ച വാക്യത്തിൽ താഴോട്ട് വായിച്ച യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലർ അതിന് മുമ്പ് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഈ ഭാഗം എല്ലാവരും ഏറ്റു പറയണേ. എനിക്ക് കരുത്തില്ല കർത്താവേ, എനിക്ക് ശക്തിയില്ല, എന്നെ കൊണ്ട് ആവില്ല കർത്താവേ, അങ്ങിടപെടാതെ ഒരു പരിഹാരമില്ല. ഞാൻ കാശ് മുടക്കത്തില്ല, ഞാൻ കൈക്കൂലി കൊടുക്കത്തില്ല, രാഷ്ട്രീയക്കാരൻ്റെ പിന്നെ പോകത്തില്ല. എൻ്റെ കുടുംബത്തിന് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണം. എല്ലാവരും സമർപ്പിച്ചാണ്, അങ്ങ് പ്രവർത്തിക്കണം, അങ്ങ് പ്രവർത്തിക്കണം. എനിക്ക് ശക്തിയില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് ശക്തിയില്ല കർത്താവേ എന്ന് ഈ രാവിലെ ഏറ്റുപറ, ഏറ്റുപറ, ഏറ്റുപറ. നിനക്ക് ശക്തിയില്ല. അപ്പൊ ശക്തിയില്ലാത്തവന് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എടാ, കരുത്തിന് വേണ്ടി എന്തിനാ ദൈവം ഇടപെടുന്നത്? അവന് കാശുണ്ട്, പ്രതാപമുണ്ട്, രാഷ്ട്രീയ ബന്ധമുണ്ട്, അവന് പണികൾ പലതറിയാം, അവൻ്റെ കാര്യം അവൻ നോക്കട്ടെ. പക്ഷെ ശക്തിയില്ലാതെ, ആരും ഒത്താശ ചെയ്യാനില്ലാതെ, ഒരു വാക്ക് പറയാനില്ലാത്ത പരമസാധുവിനോട് ദൈവം പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളെന്ന് എനിക്കറിയാം. അടുത്ത വാക്യമാണ് കരുത്തിൻ്റെ വെളിപ്പാട്. ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാൻ പോകുക, നിന്റെ അടഞ്ഞ വാതിൽ ഞാൻ തുറക്കും. എന്നാന്നറിയാമോ? അടുത്ത വാക്യമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു. That's it. That's it. 2 കാര്യങ്ങൾ. എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. കാക്കുക എന്ന് പറഞ്ഞാൽ സേഫ് ഗാർഡിങ് അല്ല. നിങ്ങൾക്കറിയാലോ, വചനം കൊണ്ട് ചെപ്പിനകത്ത് ഒളിപ്പിച്ചു വെച്ചെന്നല്ല. Thou has kept my word, you have obeyed my word. പ്രതികൂലം നിനക്ക് ഒത്തിരി ഉണ്ട്, ആക്ഷേപങ്ങൾ ഒത്തിരി ഉണ്ട്, എങ്കിലും വചനത്തായി നിന്നു നീ. പ്രമാണം വിട്ടില്ല, പ്രമാണം വിട്ടില്ല, പ്രമാണം വിട്ടില്ല. വിശുദ്ധിയുടെ വചനത്താൽ നിന്നല്ലോ നീ. നിന്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചു. ആമേ. നിന്റെ മക്കളെ വിശുദ്ധിയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു. മക്കളെ വചനം വിട്ട് ഒരു ഫാഷൻ വേണ്ട, ഒരു പരിഷ്കാരം വേണ്ട, ഒരു ജീവിതം വേണ്ട, ഒരു കാശു വേണ്ട മക്കളെ എന്ന് നീ പറഞ്ഞ് വീട്ടിൽ അവരെ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ നിനക്കായി വാതിൽ തുറക്കാൻ പോകുക. അമ്മ കരമുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്, ശക്തമായി ശക്തമായി സ്തുതിച്ചാട്ട്. വചനം പ്രമാണിക്കുന്നവനെ, വചനത്തിന് വില കൊടുക്കുന്നവനെ, വചനം അനുസരിച്ചാൽ അവൻ നിനക്കായി വഴി തുറക്കും. വചനം പ്രമാണിച്ചാൽ ദൈവം വഴി തുറക്കും. വചനം പ്രമാണിച്ചാൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും, അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. വചനം ഉയർത്തിപ്പിടിക്ക്, വചനം ഉയർത്തിപ്പിടിക്ക്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ കെ കെ മാത്തുവിൻ്റെ അവിടെ ആയിരുന്നു യോഗം. ഇന്നലെ അല്ലായിരുന്നു പാസ്റ്റർ. അപ്പോൾ പാസ്റ്റർ പ്രത്യേകം നിയോഗത്തിലിടയ്ക്ക് വേദോസ്തവം തറയെന്നെടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത് കണ്ടു. എനിക്കങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല, പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രകാശനം ഉണ്ടായി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന്, പുസ്തകമാകട്ടെ നീ എപ്പോഴും ഉയർത്തുന്നത്. അറ്റ് ഓൾ ടൈംസ് തിരുവഴുത്തിനെ നീ ഉയർത്തിപ്പിടിച്ചാൽ ഉലകത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, നിൻ്റെ മെക്കാനിക്കൽ സയൻസിൻ്റെ, നിൻ്റെ IT-യുടെ, നിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, നിൻ്റെ ബയോടെക്നോളജിയുടെ പുസ്തകം നാട്ടിലെ ഇറാനിയിലൊക്കെ പെൺപിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിവെച്ച് നടക്കും. ഇത് കനത്ത പരിപാടിയാണ്, കണ്ടോ. ഞാൻ IT വിദ്യാർത്ഥിയാണെന്നൊക്കെ അഭിമാനമേ. സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, മക്കളെ, ഉലകത്തിൽ നിനക്ക് ഉയർത്താൻ കൊള്ളാവുന്ന, പിടിക്കാൻ കൊള്ളാവുന്ന ഏക പുസ്തകം ദൈവത്തിൻ്റെ വചനമാണ്.
ഏക ദൈവത്തിന്റെ വചനമാണ്. അഭിമാനിക്കുക, അഭിമാനിക്കുക, അഭിമാനിക്കുക. തിരുവഴുത്തിൽ അഭിമാനിക്കുക. വചനം അഭിമാനമാകട്ടെ, വചനം അഭിമാനമാകട്ടെ, തിരുവഴുത്തിനൊക്കെ അഭിമാനമാകട്ടെ. അത് ഉയർത്തിയാൽ ദൈവം നിന്നെ ഉയർത്തും. അത് ഉയർത്തിയാൽ ദൈവം നിന്നെ ഉയർത്തുമെന്ന്. അത് ഉയർത്തിയാൽ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ മക്കളെ ഉയർത്തും, നിന്റെ മക്കളെ ഉയർത്തും, നിന്റെ മക്കളെ ഉയർത്തും. ദൈവ വചനം നിന്റെ മക്കളെ ഉയർത്തും. മോനെ, നമ്മളൊരു പാട്ട് പാടും കേട്ടോ, ഒടുവിൽ കേട്ടോ. ഗെറ്റ് റെഡി. ഒരു നല്ല നമ്മൾ എല്ലാവർക്കും കൈയടിച്ച് പാടാം നമ്മളൊരു പഴയ പാട്ട് കേട്ടോ. എനിക്ക് ചോയ്സ് ഇല്ല, ഗോ ഹെഡ് വിത്ത് ദാറ്റ്. ഓക്കെ, 1 മണിക്ക് നമ്മൾ പാടാൻ എല്ലാം റെഡി ആക്കിയോ. ഓൾറൈറ്റ്. ഞാൻ ചുമ്മാ പറയല്ലേ, അനുഭവിച്ചിട്ടാണ്. ഞാൻ പാസ്റ്റർമാർക്കറിയാം, ബൈബിൾ ക്ലാസ്സിലെല്ലാം പകുതി സമയം ഞാൻ അനുഭവങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതാണ് എൻ്റെ കരുത്ത്. അതാ നിഷേധിക്കാനാവാത്ത തെളിവുകൾ. വല്ല പുസ്തകം പറഞ്ഞിട്ട് കാര്യമില്ല, കർത്താവ് നടത്തിയ കാര്യങ്ങളെ പറയാനാവൂ എനിക്ക്. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ പലർക്കും ഞാൻ ഈ ദൂത് പറയുക, മക്കൾക്ക് വചനം കൈമാറ്, കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കേ, അവർ അഭിമാനത്തോടെ വചനം പിടിക്കട്ടെ. അവർ പോകുന്ന യൂറോപ്പിൻ്റെ ഏത് കൺട്രിയിലും തിരുവഴുത്ത് നിർബന്ധമായി കൊണ്ടുപോകട്ടെ. അവർ മൊബൈലിനകത്ത് വായിക്കാതെ അവർ പുസ്തകം കയ്യിൽ പിടിച്ച് വായിക്കട്ടെ. ആമേൻ. മറിച്ച് വായിക്കട്ടെ. ആമേൻ. ഐ ടെൽ യു അഗൈൻ, ആമേൻ. മൊബൈൽ കണക്ടിവിറ്റി, ഇവർ ഐപാഡ് കൊടുത്തക്കണം, എറിഞ്ഞുകള. ദൈവത്തിന്റെ വചനം ഉയർത്തിപ്പിടിക്കുക, തിരുവഴുത്ത് ഉയർത്തിപ്പിടിക്കുക, തിരുവഴുത്ത് കരുത്തോടെ പിടിക്കുക, തിരുവഴുത്ത് കരുത്തോടെ പിടിക്കുക. ശക്തമായി വചനത്തിനായി അഭിഷേകത്തിനായി അധികാരത്തിനായി നില്ല്. കർത്താവിന്റെ ദാസന്മാർ ക്ഷമിക്കണം. ഞാൻ ഒരു വിവാഹശുശ്രൂഷ കഴിഞ്ഞിടയ്ക്ക് നടത്തിയപ്പം ഒരു ദേവദാസനോട് ഈ പറഞ്ഞ പോലെ പാസ്റ്റർ സജി ചെയ്ത പോലെ എല്ലാവർക്കും ഒരു പാർട്ടിസിപ്പേഷൻ വേണ്ടേ. അപ്പോൾ സങ്കീർത്തനം വായിക്കാൻ ഞാനല്ല പറഞ്ഞ്, ലീഡിയ ദേവദാസൻ പറഞ്ഞു. ആ കക്ഷി എന്നോട് പറയാം, പുസ്തകം കൊണ്ടുവന്നില്ല. എടാ, എന്നാൽ പിന്നെ മുന്നേ കയറി ഇരിക്കരുത്. പുസ്തകം ഇല്ലാത്ത ഫ്രണ്ട് ഇരിക്കേണ്ട, ബാക്കിൽ ചാപ്പാട് കഴിച്ചിട്ട് പോ. എന്നിട്ട് പുള്ളി മൊബൈലും കൊണ്ട് വന്ന് കണ്ണാടിയും വെച്ചില്ല എന്ന് തപ്പിത്തടഞ്ഞ് ഞാൻ അന്നേരം പറഞ്ഞില്ല, മോശമല്ലേ. ഇറങ്ങിയപ്പം ഞാൻ 2 വർത്താനം കൊണ്ട് പറഞ്ഞു. ദേവദാസന്മാർ ക്ഷമിക്കണേ, മൊബൈലിൽ വായിച്ച പോരാ പാസ്റ്റേഴ്സ്, ഐപാഡ് പോലും പോരാ, പ്രിന്റഡായ ദൈവത്തിന്റെ വചനം കയ്യിൽ പിടിച്ച് വായിക്കും. ദൈവത്തിന്റെ വചനം ഉയർത്തിപ്പിടിക്കട്ടെ, തിരുവഴുത്ത് ഉയർത്തിപ്പിടിക്കട്ടെ. ദൈവത്തിന്റെ വചനം മക്കൾക്ക് കൊടുക്ക, അവരെ കയ്യിൽ പിടിക്കട്ടെ, അവരെ നെഞ്ചിൽ അമർത്തി പിടിക്കട്ടെ. അവർ ഉയർത്തിപ്പിടിക്കട്ടെ. തിരുവഴുത്ത് വചനം ഉയർത്തുന്നവരെ ദൈവം മാനിക്കും, ദൈവം വാതിൽ തുറക്കും, ദൈവം ഇരുമ്പോടാകുമ്പോൾ തകർക്കും, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. വചനം പ്രമാണിക്കുക. യെശയ്യാവ് 66 വചനമുണ്ട്, വായിക്കണ്ട. എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവൻ. ഒരു വിറ ഉണ്ടാകട്ടെ പ്രിയരെ. തിരുവഴുത്തിന് മുമ്പാകെ എല്ലാവർക്കും ഒരു വിറയൽ വേണം. We need to tremble before God's word. വചനം കേൾക്കുമ്പോൾ വിറയ്ക്കട്ടെ ദൈവസഭ. തമാശാക്കല്ല, തിരുവഴുത്തിന്റെ അകത്ത് ഒരു കുലുക്കം ഉണ്ടാകട്ടെ, അകത്തൊരു ഷേക്കിംഗ് ഉണ്ടാകട്ടെ. There should be some kind of a trembling തിരുവഴുത്തിന് മുമ്പാകെ. യോവേൽ 2-ാം അധ്യായം വായിക്കാനെല്ലാം ഉദ്ധരിച്ചു പോകുക. യോവേൽ 2 വാക്യമുണ്ട്, എൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ, അതിൽ ഓർമ്മയിൽ നിന്ന് പറയാമോ, ശക്തനാകുന്നു. അതൂത് പലർക്കും വേണ്ടിയുള്ളതാണ്. ദേവദാസൻ പറയാ വേണം. നിങ്ങൾക്ക് സംശയമുള്ള പോലെ എനിക്ക് തോന്നുന്നല്ലോ സുഹൃത്തുക്കളെ. ആ കുരുത്തത്തിലൊന്നും ഞാൻ കുറിച്ചുമില്ല. യോവേൽ 2-ലാണ്. യോവേൽ 2 ആ വാക്യമുണ്ട്, എൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ. ഏത് വാക്യ? 11. ആ വായിച്ചാട്ടെ. അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. ഓക്കെ, മതി, അത്രയും മതി. വേറെ പശ്ചാത്തലമൊന്നും വേണ്ട. ആദ്യം ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കും. ദേവദാസന്മാരെ ഒന്ന് പഠിച്ച് പ്രസംഗിക്കണേ. മറ്റൊന്നും കൊണ്ടല്ല, ഒരു മടങ്ങി വരവിൻ്റെ അധ്യായമാണ്. കം ബാക്ക്, റിട്ടേൺ. പുരോഹിതന്മാർ കരയട്ടെ, അപ്പം മണവാളിനും മണവാട്ടിയും കൂടെ പ്രാർത്ഥിക്കട്ടെ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കട്ടെ. എങ്കിൽ വെട്ടുക്കിളി, തുള്ളൻ, പച്ചപ്പുഴു, വീട്ടിൽ എല്ലാം കർത്താവ് മാറ്റാൻ പോകുകയാ. തലമുറയെ ഇല്ലാതാക്കുന്ന എല്ലാ തന്ത്രങ്ങളും യേശു മാറ്റാൻ പോകുകയാ. നമ്മുടെ കുഞ്ഞുങ്ങളെ തിന്നുന്ന എല്ലാ പുൽച്ചാടികളെ ദൈവം മാറ്റാൻ പോകുക. എല്ലാവരും ദൈവം മാറ്റാൻ പോകുക. തലമുറകളെ ഇല്ലാതാക്കുന്ന നിന്റെ പച്ചപ്പ് നഷ്ടപ്പെടുന്ന, നിന്റെ പച്ചപ്പ് കളയുന്ന എല്ലാ പോരാട്ടങ്ങളും മാറിപ്പോകും. എന്നിട്ട് പറയുന്നു, വചനം അനുഷ്ഠിക്കുന്നവൻ കരുത്തനാണ്, അവന് ശക്തിയുണ്ട്. ബാക്കി എല്ലാ അശക്തിയും മാറട്ടെ. വചനം പ്രമാണിച്ചാൽ അവൻ ശക്തനായി മാറുകയാണ്. ഓൾറൈറ്റ്, മുന്നോട്ട് പോകാം. ഞാൻ പെട്ടെന്ന് എനിക്കൊന്ന് എല്ലാ പോയിന്റും പറയണമെന്നില്ല. നെക്സ്റ്റ്
നമുക്ക് വായിക്കേണ്ടത് വെളിപ്പാട് 22:8-9 വായിച്ചാണ്. ജീസസ്. ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ഇതാണ് the basic imperative of God. ദൈവത്തിന്റെ ഖണ്ഡിതമായ ഒഴികഴിവില്ലാത്ത ഒരു കൽപ്പനയാണ് ദൈവത്തെ നമസ്കരിക്കുക. ഞാൻ ചിലപ്പോൾ ഓർക്കൂടെ, ഇത്രയും സർവീസുള്ള യോഹന്നാനെ കർത്താവ് എല്ലാം പഠിപ്പിച്ച കക്ഷി ഈ അവസാന കാലത്ത് ചുമ്മാ അവനെ കയറി നമസ്കരിക്കേണ്ട കാര്യമുണ്ട്. ഈ നന്ദി കൂടുമ്പോൾ പ്രശ്നം ഉണ്ടാകും. എല്ലാവർക്കും, നമുക്കും പ്രശ്നമുണ്ട്. നന്ദി കൂടിയാൽ ചിലരെ നമ്മൾ ദൈവങ്ങളാക്കി കളയും. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. സൂക്ഷിച്ചോണം എല്ലാവരും. വർത്തമാനം പറഞ്ഞ് വരുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാകും. മുഖവരയ്ക്കകത്ത് ഈ പ്രശ്നം ഉണ്ടാകും. കർത്താവിനേക്കാൾ ഇവിടെ ഒരുത്തനും ഉയരണ്ട. ക്ഷമിക്കണം എല്ലാവരും, ക്ഷമിക്കണം എല്ലാവരും. ഇന്ന് ഞാനല്ലേ ചീഫ് ഗസ്റ്റ്, എന്നെ കൂടെ ചേർത്ത് പറയുക, എൻ്റെ കർത്താവല്ലാതെ ആരും ഉയരണ്ട. നിങ്ങളുടെ പ്രസിഡന്റ് ഉയരണ്ട, ഓവർസിയർ ഉയരണ്ട, ഞങ്ങളുടെ സൂപ്രണ്ട് ഉയരണ്ട. അത് വേണം വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ആലയത്തിൽ യേശു ഉയരട്ടെ. സാമ്പടി കരമൂർത്തി സ്തുതിച്ചാട്ട്. ആലയത്തിൽ യേശു ഉയരട്ടെ. അവൻ മാത്രം ഉയരട്ടെ, അവൻ മാത്രം ഉയരട്ടെ. എന്റെ കർത്താവ് ഉയരട്ടെ. അവനെ ആരാധിക്കട്ടെ, അവനെ ആരാധിക്കട്ടെ, അവനെ മാത്രം ആരാധിക്കട്ടെ. ആമേൻ. അങ്ങനെ യോഹന്നാൻ ഈ ദൂതന്റെ ഇടപാട് കൊണ്ടാണല്ലോ ഈ കാഴ്ചയെല്ലാം കാണാൻ പറ്റിയത്. മീഡിയം ഓഫ് ദി ഏഞ്ചൽ, ദാറ്റ് ഈസ് ട്രൂ. ദൂതനാണ് എല്ലാം കാട്ടിക്കൊടുത്തത്. അപ്പോൾ അങ്ങോട്ട് നന്ദി പെരുകിയിട്ട് താങ്ക് യു ദൈവദൂത എന്ന് പറഞ്ഞ് ഒരു കമ്മണ് വീണലും ഒരു ദൂതന് വിവരമുണ്ടേ ഇവനില്ലെങ്കിലും. അവിടെ ദൂതൻ ഞെട്ടി മാറി. അങ്ങനെ ഫൗളാക്കിയ അവന് വേറെ ദൈവകൽപ്പന. അവൻ ഞെട്ടി തരിച്ച് തീ തൊട്ട പോലെ മാറിയിട്ട് പറഞ്ഞു, ഓ നോ, കാണാൻ വേണ്ടി ഞാൻ കാണിച്ചല്ലോ, എൻ്റെ പരിപാടിയല്ല, എൻ്റെ കർത്താവ് പറഞ്ഞുകൊണ്ടാണ് കാണിച്ചത്, അല്ലാതെ എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. അവൻ അയച്ചത് കൊണ്ട് ഞാൻ കാണിച്ചു. ഞാനല്ല ഇതിന് കാരണക്കാരൻ, എൻ്റെ ദൈവമാണ്. കരമൂർത്തി എല്ലാവരും ദൈവത്തെ നമസ്കരിക്കട്ടെ, ദൈവത്തെ നമസ്കരിക്കട്ടെ. വാക്യങ്ങൾ ഒത്തിരി. ഞാൻ ഇന്ന് സമയമുണ്ടെങ്കിൽ 6 അന്യാരാധന കുറിച്ച് വെച്ചിട്ടുണ്ട്. തിരുവഴുത്തിൽ തിരുത്തേണ്ട, ഈ ദൂതനെ തിരുത്തിയതുപോലെ അല്ല, ദൂതൻ തിരുത്തിയതുപോലെ 6 അന്യാരാധന തിരുത്തുകൾ ഈ പുസ്തകത്തിൽ നിറയെ എഴുതി വെച്ചിരിക്കുക. അങ്ങ് അന്യാഗ്നിയുടെ കച്ചവടം മുതൽ നാദാബ് അബീഹു മുതൽ ഇങ്ങോട്ട് കർത്താവ് കരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. എനിക്കിഷ്ടപ്പെട്ട വാക്യം, ആ കലശങ്ങൾ എടുത്തു കളയണ്ട, അവൻ കരിഞ്ഞു. ഇതിന് കലശത്തിൽ കുഴപ്പമില്ല. അന്യാഗ്നി കത്തിക്കാൻ KJ മാത്യു, KM ജോസഫ് പാസ്റ്ററുടെ മകൻ എന്നുള്ള ഗൗരവത്തിൽ, പൈതൃകത്തിൻ്റെ ലേബലിൽ അപ്പൻ സുൽത്താനാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ ദൈവത്തിൻ്റെ വ്യവസ്ഥ വിടാൻ നിനക്ക് പ്രമാണമില്ല. ആമേ. കത്തേണ്ടത് അന്യാഗ്നിയല്ല, ഉണർവുണ്ടാക്കുന്ന മ്യൂസിക്കിന്റെ കട്ടയല്ല ഞെക്കേണ്ടത്. കൂലിക്കാളെ വിളിച്ച് പാടിക്കാൻ പാടില്ല. അഭിഷേകമില്ലാത്തവൻ സ്റ്റേജിൽ കയറാൻ പാടില്ല. അവന്റെ പാട്ട് വേണ്ട, അവന്റെ പാട്ട് വേണ്ടെന്ന്, അവന്റെ പാട്ട് വേണ്ട. അങ്ങനെ ആരും പാടണ്ട, അങ്ങനെ ആരും കൊട്ടണ്ട. അന്യാഗ്നി കത്തിക്കരുത്, അന്യാഗ്നി കത്തിക്കരുത്, അന്യാഗ്നി കത്തിക്കരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. നാട്ടിൽ പാസ്റ്റർമാരെ ചില മീറ്റിംഗ് കഴിഞ്ഞ് ചെല്ലുമ്പോഴേ കുണുക്കിട്ടവൻ ചോദിക്കും, ഞാൻ എന്താ സുഹൃത്തെ? അതെ സാറേ, പെട്ടെന്ന് ഞങ്ങളുടെ കീബോർഡിസ്റ്റ് സുഖമില്ലാതെ പോയി. അപ്പോൾ ഒരുത്തരെ കൊണ്ടുവന്നിരിക്കുക. അവന് മുടിയും നീട്ടിയിട്ടുണ്ട്, ചെറിയൊരു കുണുക്കും ഉണ്ട്, മീശയും താടിയുണ്ട്. താടിക്ക് കുഴപ്പമുണ്ടെന്നല്ല, ഇത് കഴിഞ്ഞ് പിന്നെ അവൻ സോഡ കുടിക്കാൻ പോകും. പിന്നെ നമുക്ക് ഒടുവിൽ അവനെ കിട്ടത്തില്ല. ഞാൻ പറയല്ല, ഒരു പാട്ട് തോന്നിയ കക്ഷി അവിടെ ഇല്ല, കിണറ്റിക്കര പോയി വെടി പറഞ്ഞുകൊണ്ട് ഇരിക്കും. നല്ല എക്സ്പേർട്ടാണ്, നല്ല. അവൻ്റെ കയ്യിൽ ഉണർവിൻ്റെ ഒരു കട്ടയുണ്ടെന്നാണ് പറഞ്ഞത്, ഈ കീബോർഡിലെ ഉണർവിൻ്റെ ഒരു കട്ട. ബും ബും ബും. അവൻ അത് പിടിപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അവൻ്റെ കട്ട നമുക്ക് വേണ്ട. എടാ റെജി പാസും മാത്യു പാസും KK മാത്യു പാസും സജി പാസും ഞാനും കൂടെ കയറി പാടിയാൽ വലിയ അഭിഷേകം വ്യാപരിക്കും, വലിയ നിറവ് വ്യാപി. ആമേൻ ആമേൻ. പാടാൻ അഭിഷേകത്തോടെ ദൈവദാസന്മാർ പ്രാർത്ഥിക്കട്ടെ, ദൈവസഭ പാടട്ടെ, ദൈവസഭ പാടട്ടെ. അന്യാത്മാവ് വേണ്ട ഇവിടെ, അന്യാരാധന വേണ്ട. ദൈവത്തെ നമസ്കരിക്കാം,
ദൈവത്തെ നമസ്കരിക്കുക, ദൈവത്തെ നമസ്കരിക്കാം. നേരം പാലിക്കാൻ വേണ്ടി ഞാൻ വ്യാഖ്യാനാത്മകമായിട്ടുള്ള ഒത്തിരി ഹെർമനോട്ടിക്കൽ പ്രിൻസിപ്പിൾസ് ഉള്ളൊരു പാസേജാണ് യോഹന്നാൻ 4-ാം അധ്യായം. ഈശോ മിശിഹ നൽകുന്ന വെളിപ്പാട്. ഈശോ നേരിട്ട് ആരാധന സംബന്ധിയായി 6 വെളിപ്പാടുകൾ കോറിയിട്ടിട്ടുണ്ട് യോഹന്നാൻ 4:20-24 വരെയുള്ള വാക്യങ്ങൾക്കകത്ത്. ആരാധ്യൻ ആര്, ആരാധകൻ ആര്, ആരാധന വിധം എന്ത്, ആരാധന ബാന്ധവം എങ്ങനെ, ആരാധന സ്ഥലം എവിടെ, ആരാധനയുടെ ഫലം എന്ത്. ഈ 6 കൂട്ടം കാര്യങ്ങൾ യോഹന്നാൻ 4 വായിക്കാൻ സമയം പോലെ നിങ്ങൾ പഠിച്ചു വായിച്ചാൽ എനിക്ക് ഒറ്റ കാര്യം അവിടെ നിന്ന് പറയാനുള്ളൂ. 3 കാര്യങ്ങൾ, യേശുവിൻ്റെ വെളിപ്പാടിൽ 3 കാര്യങ്ങൾ ആരാധനയുടെ അടിസ്ഥാനം അനുഭവങ്ങളാണ്. ആരാധനയുടെ അകമ്പടി അർപ്പണങ്ങളാണ്. ആരാധനയുടെ ചൈതന്യം ആത്മനിറവാണ്. കരമൂർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഭവമുള്ളവൻ മറ്റാർക്കും വേണ്ടി കാത്തിരിക്കാതെ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിക്കും. അവൻ്റെ ശബ്ദം ആർക്കും തടയാൻ പറ്റത്തില്ല, അവൻ്റെ ഒച്ച കുറയില്ല, അവൻ്റെ കയ്യടി നിലയ്ക്കത്തില്ല, അവൻ്റെ കയ്യടി ഒതുക്കത്തില്ല. അവൻ കരങ്ങളെ തട്ടി ശക്തമായി അവൻ ദൈവത്തെ കരമടിച്ചു. Put your hands together. കരമടിച്ച് ശക്തമായി കരമടിച്ച് ഇന്ന് രാവിലെ ശക്തമായി കരമടിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിക്കും. ശക്തമായി കരമടിച്ച് ഈ രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ രാവിലെ ദൈവത്തെ എല്ലാവരും ആരാധിക്കട്ടെ. കരങ്ങളെ തട്ടി അന്യാരാധന വേണ്ട. ശക്തമായി അനുഭവത്തിന്റെ കരുത്തിൽ നിന്ന് രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. യഹോവയ്ക്ക് നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. വായിക്കേണ്ട 1 കൊരിന്ത്യർ 6:20. പല വാക്യങ്ങൾ ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കുക. ആ വാക്യം എങ്ങനെയാണ്? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആത്മാവും റെജിപാസ്റ്റർ ചില കക്ഷികൾ ക്ഷമിക്കണേ, നമ്മുടെ എല്ലാം ലീഡേഴ്സ്, ഞാനും ഒരു പൊടി ലീഡർ അല്ലയോ, നമ്മുടെ എല്ലാ ലീഡേഴ്സ് ചിലപ്പോൾ അവർക്ക് കൈയടിക്കാൻ മേലാഞ്ഞിട്ടായിരിക്കും. ഞാനവരെ കുറ്റപ്പെടുന്നില്ല. പക്ഷെ ജനം മുഴുവൻ അവരുടെ കൈയടി നോക്കിയിരിക്കുക. അവരടിച്ചാലേ ജനം അടിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? നമുക്ക് മനസ്സിലായിട്ടില്ല, ദേവദാസൻ ദൂതെല്ലാം മനസ്സിലായി. കൈയടിക്കേണ്ട ദൂതല്ല ഇത്. ഞാൻ കഷായിച്ചിട്ടുള്ളതാ. സത്യമായിട്ടും ശരീരം. മുൻവാക്യങ്ങൾ വായിക്കണം. അവിടെ ഗ്രീക്കിൽ 2 Corinthian eyes എന്നൊരു ഇംഗ്ലീഷുണ്ട്. അതായത് കൊരിന്ത് തിന്മയുടെ മൂർത്തഭാവമാണ്, അഴിമതിയുടെ കൂത്തരങ്കാണ്, മ്ലേച്ഛതയുടെ കുടീരമാണ്. കൊരിന്തുകാർ പലതും ചെയ്യും ശരീരം കൊണ്ട്. ഓക്കെ, ലീവ് ഇറ്റ് എന്നിട്ട് പറയാം. പക്ഷെ നിങ്ങൾ കൊരിന്തിലെ വിശുദ്ധ സംഘമാണ്. അശുദ്ധിയുടെ മധ്യത്തിൽ ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വകയാണ് നിങ്ങളുടെ ശരീരം. ദൈവത്തിൻ്റെ ആത്മാവ് ശരീരത്തിനകത്ത് വസിക്കുക. നിന്റെ ശരീരത്തിനകത്ത് ആത്മാവ് വസിക്കുക. അതുകൊണ്ട് അടുത്ത വാക്യം വായിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. ചെറുപ്പക്കാരാ, നിനക്ക് പണിയെടുക്കാൻ ആരോഗ്യമുണ്ടോ? ജോലി ചെയ്യാൻ കരുത്തുണ്ടോ? കാശുണ്ടാക്കാൻ ബലമുണ്ടോ? കട്ട ചുമക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ ശരീരത്തിന് ശക്തി ദൈവത്തെ ആരാധിക്കാൻ കൊടുക്ക്. ആരാധിക്കാൻ കരം കൊടുക്ക്, ആരാധിക്കാൻ കരുത്ത് കൊടുക്ക്, ആരാധിക്കാൻ ബലം കൊടുക്ക്, ആരാധിക്കാൻ നിയോഗം കൊടുക്ക്, ആരാധിക്കാൻ കരുത്ത് കൊടുത്ത് ശക്തി കൊടുത്ത് ഉശിര് കൊടുത്ത് ഉണ്മ കൊടുത്ത് എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ബലം കൊടുത്തു കരങ്ങളെ ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കട്ടെ. ബലം ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തി ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. ഞാൻ പറയാൻ സൗദി അറേബ്യയിലാണ് തുടർച്ചയായിട്ട് ഏറ്റവും അധികം ഞാൻ പ്രസംഗിച്ചത്. ഇതിപ്പം 38ാമത്തെ പ്രസംഗം മറ്റുമാണ്. ഇന്നുകൊണ്ടൊക്കെ തീരുക. പക്ഷെ പ്രിയരെ, കർത്താവ് ഇതുവരെയും എന്നെ നിർത്തിയല്ലോ. ബിനുപാസ് ഒരു യോഗം ഞാൻ മുടക്കിയില്ല, ഒരു പ്രസംഗം മുടക്കാൻ കർത്താവ് സമ്മതിച്ചില്ല. എൻ്റെ തൊണ്ടയ്ക്ക് ബലം നൽകി, എൻ്റെ ആദരത്തിന് അഭിഷേകം നൽകി, എൻ്റെ നാവിനെ കർത്താവ് ഉപയോഗിച്ചു. ആമേൻ. ചെറുപ്പക്കാരാ, പ്രായമുള്ളവരെ, നിന്റെ ശബ്ദം ദൈവം തന്നതാണ്, നിന്റെ നാവ് ദൈവം തന്നതാണ്, നിന്റെ ആദരം ദൈവം തന്നതാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. എല്ലാവരും ശക്തി കൊടുത്ത്
ബലം കൊടുത്തു, ബലം കൊടുത്തു, ബലം കൊടുത്ത് ഇന്ന് രാവിലെ ബലം കൊടുത്തു, ബലം കൊടുത്ത് എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തി കൊടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തി, 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 ശക്തി. ഓ ശക്തി, 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 ശക്തി കൊടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തെ ആരാധിക്കട്ടെ.